നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഫിസിക്സാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫിസിക്സിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 15 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഈ 15 ചാപ്റ്റേഴ്സിൽ ആദ്യത്തെ ഒരു 5 ചാപ്റ്റേഴ്സ് ഇലക്ട്രിക് എഫക്ട്സും മാഗ്നറ്റിക് എഫക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചാപ്റ്റർ. ഓക്കെ, അതിൽ മൂന്നെണ്ണം തന്നെ ചാർജസും ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ കറന്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പിന്നെ അടുത്ത 4ാമത്തെ 5ാമത്തെ ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ്, കറണ്ടും മാഗ്നറ്റിസവും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ. ഓക്കെ, പിന്നീട് 7ാമത്തെയും 8ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്റർ ഇത് തമ്മിലുള്ള റിലേഷൻ ഇലക്ട്രോ മാഗ്നറ്റിസം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ മൊത്തം ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ടെക്സ്റ്റും ഈ സെഷനിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സും മൊത്തം നമുക്കുള്ളത് ഇലക്ട്രിക് എഫക്ട്സും മാഗ്നറ്റിക് എഫക്ട്സും അത് തമ്മിലുള്ള റിലേഷൻസും. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ ചാർജസിനെ കുറിച്ച് ഈ പേര് റെപ്രസെന്റ് ചെയ്യില്ലേ, ചാപ്റ്ററിലെ പേര് റെപ്രസെന്റ് ചെയ്ത പോലെ തന്നെ ചാർജസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഇതിന്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ്, അപ്പൊ ചാർജസ് ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ചാർജ്, എങ്ങനെയാണ് ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത്. ഓക്കെ, അതിന്റെ പ്രോപ്പർട്ടീസ് ഇതാണ് ഫസ്റ്റ് സെഷനിൽ അതിനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, we are moving on to the charges or static charges. കുറച്ചുകൂടെ ഡീറ്റെയിലായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക് ചാർജസ്. ഓക്കെ, സ്റ്റാറ്റിക് ചാർജസ്. അപ്പോൾ സ്റ്റാറ്റിക് ചാർജസ് സാധാരണ രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഞാനൊരു പെർട്ടിക്കുലർ ബോഡി, അതായത് ഒരു പെർട്ടിക്കുലർ ബോഡി, ഒരു സ്ഫെറിക്കൽ ബോഡി. ഈ ബോഡിയെ നമ്മൾ വേറൊരു പെർട്ടിക്കുലർ റോഡ് വെച്ചിട്ട് നമ്മൾ ഇതിനെ റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്യും. ഓക്കെ, റബ്ബ് ചെയ്യും. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ആ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ആറ്റംസ് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾക്ക് എനർജി കിട്ടും. അപ്പൊ എനർജി കിട്ടുമ്പോൾ റബ്ബിംഗ് ഒരു തെർമൽ എനർജി ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിങ് എവിടെ ഉണ്ടാകും? ഇലക്ട്രോണുകൾ എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. സപ്പോസ് ഈ ബോഡിയിൽ നിന്ന് ഈ ബോഡിയിലേക്ക്, ഫസ്റ്റ് ബോഡിയിൽ നിന്ന് സെക്കൻഡ് ബോഡിയിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്ത് വിചാരിച്ചു. ഇതിനകത്ത് ഇലക്ട്രോണുകൾ കൂടുതലായിട്ടുണ്ടായിരുന്നു, അതിന് എനർജി കിട്ടി, റബ്ബിംഗ് മൂലം അതിന് എനർജി കിട്ടി. എനർജി കിട്ടിയപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യും. കുഞ്ഞുങ്ങളെ, ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിംഗ് മൂലമാണ് ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിംഗ് മൂലമാണ് ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോഡിക്ക് എങ്ങനെ ചാർജ് കിട്ടുന്നത്? ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിംഗ് മൂലമാണ് ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത്. ഇനി ഈ ട്രാൻസ്ഫറിംഗ് തന്നെ 2 ടൈപ്പ് വരാം. ഓക്കെ, ട്രാൻസ്ഫറിംഗ് തന്നെ 2 ടൈപ്പ് വരാം. എങ്ങനെ? ഈ ഫസ്റ്റ് ബോഡി നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ആ ഫസ്റ്റ് ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകും അല്ലേ? അതായത് ഫസ്റ്റ് ബോഡിക്ക് ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു. ആ ഇലക്ട്രോണുകൾ നേരെ എങ്ങോട്ടാ പോയത്? സെക്കൻഡ് ബോഡിയിലോട്ടാ പോയത്. ആ സെക്കൻഡ് ബോഡി ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ബോഡി ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്നു, സെക്കൻഡ് ബോഡി ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, ഇലക്ട്രോണുകൾ ലോസ് ചെയ്താലും ചാർജ് കിട്ടും, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താലും ചാർജ് കിട്ടും. ഓക്കെ, ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന ഒരു ബോഡിക്ക് കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, by the gain of electron a body gets negative charge. Okay, gain ചെയ്യുമ്പോൾ ഒരു ബോഡിക്ക് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ ഇത് 2 കാര്യങ്ങൾ ഓർത്തിരിക്കാം. പ്രധാനമായും 2 തരത്തിലുള്ള ചാർജസ് ആണുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു ബോഡി ചാർജസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിംഗ് മൂലമാണ് ഒരു ബോഡിക്ക് ചാർജ് കിട്ടുന്നത്. ഇനി ട്രാൻസ്ഫറിംഗ് എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോണുകളെ ലോസ് ചെയ്യാം ആൻഡ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. ലോസ് ചെയ്താലും ഗെയിൻ ചെയ്താലും ചാർജ് കിട്ടും. പക്ഷെ ഒരു തരത്തിലുള്ള ചാർജ് ആണ് കിട്ടുന്നത് അല്ല. ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺ എ ബോഡി ഗെറ്റ്സ് പോസിറ്റീവ് ചാർജ്. ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എ ബോഡി ഗെറ്റ് നെഗറ്റീവ് ചാർജ്. ലോസ് ചെയ്യാൻ മീൻസ് ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ പോവുക, ഇലക്ട്രോണുകൾ പോകുമ്പോൾ പോസിറ്റീവ്, പോപ്പോ അങ്ങനെ ഓർത്താൽ മതി. ഇലക്ട്രോൺ പോകുമ്പോൾ പോസിറ്റീവ്, ദാറ്റ് ഈസ് പോപ്പോ. ഗെയിൻ ചെയ്യാൻ മീൻസ് നേടുക, നേടുമ്പോൾ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ പോകുമ്പോൾ പോസിറ്റീവ്, നേടുമ്പോൾ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ പോപ്പോ ആൻഡ് മേമേ, പോപ്പോ ആൻഡ് മേമേ. ഓക്കെ, സോ ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺ ദ ബോഡി ഗെറ്റ്സ് പോസിറ്റീവ് ചാർജ് ആൻഡ് ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ദ ബോഡി ഗെറ്റ്സ് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ സംശയമില്ലല്ലോ. ഇനി നമ്മൾ ചാർജസിന്റെ കൺസർവേഷനുമായിട്ട്
റിലേറ്റ് ചെയ്തുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ കൂടെ പറയാനുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, ഒരു പ്രോപ്പർട്ടി ഞാൻ മുന്നേ പറയുകയാണ്. ഇവിടുന്ന് ഇതിന് എത്ര പോസിറ്റീവ് ചാർജ് ആണോ കിട്ടുന്നത് അത്രയും നെഗറ്റീവ് ചാർജ്, മീൻസ് ഇതിന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടുന്നു അത്രയും നെഗറ്റീവ് ചാർജ് തന്നെ. ഇപ്പൊ എക്സാമ്പിൾ എടുക്കുന്നത് 10 ഇലക്ട്രോൺ പോയാൽ ആ 10 ഇലക്ട്രോൺ ഇവിടെ കിട്ടും. അപ്പൊ ഇവിടെ 10 ഇലക്ട്രോൺ പോകുമ്പോൾ ഒരു നിശ്ചയമായിട്ട് പോസിറ്റീവ് ചാർജ് കിട്ടുമല്ലോ. സെയിം എമൗണ്ട് ഓഫ് നെഗറ്റീവ് ചാർജ് തന്നെ ഇപ്പൊ ഇതിലൊരു പെർട്ടിക്കുലർ ചാർജ് കിട്ടുകയാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന ഒരു ബോഡി, പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി, ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് മാസ്സുള്ള പാർട്ടിക്കിളാണ്. ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന മാസ്സുള്ള പാർട്ടിക്കിളാണ്. അപ്പൊ ഇലക്ട്രോൺ ഒരു ബോഡിയിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ അതിന് കുറെ മാസ് നഷ്ടപ്പെടുകയാണ്. സോ ദിസ് വിൽ ബി ലോസ് ഓഫ് മാസ്, ഇറ്റ് എക്സ്പീരിയൻസസ് ലോസ് ഓഫ് മാസ്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ബോഡി, എപ്പോഴാണ് ഒരു ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുമ്പോൾ. അങ്ങനെ ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന ഒരു ബോഡിക്ക് മാസിന് ലോസ് ഉണ്ടാകും. ഓക്കെ, ഇലക്ട്രോണുകളെ ലോസ് ചെയ്താൽ പോസിറ്റീവ് ചാർജ് കിട്ടും, അങ്ങനെയാണെങ്കിൽ അതിന് മാസിനും ലോസ് ഉണ്ടാകും. ഇനി ആ ഇലക്ട്രോണുകളെല്ലാം ഇവിടെ ചെല്ലില്ലേ, അപ്പൊ അവന്റെ മാസ് കൂടും. സോ ദിസ് വിൽ ഓൾസോ ഗെയിൻ ഓഫ് മാസ്, ഇതിന് മാസ് ഉണ്ടാകും. ഓക്കെ, അതായത് മാസ് ഈസ് നോട്ട് കൺസർവ്ഡ് ഡ്യൂറിങ് ചാർജിങ്. ഓക്കെ, ചാർജിങ് നടക്കുമ്പോൾ മാസ് കൺസർവ്ഡ് അല്ല, ബട്ട് ചാർജ് ഈസ് കൺസർവ്ഡ്. ഇതിന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടും അത്ര നെഗറ്റീവ് ചാർജ് തന്നെ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ചാർജ് കൺസർവ്ഡ് ആണ്, പക്ഷെ മാസ് കിട്ടും ഇല്ല. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിക്ക് മാസ് കുറയും, നെഗറ്റീവ് ചാർജ് കിട്ടുന്ന ബോഡിക്ക് മാസ്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി രണ്ട് തരത്തിലുള്ള ചാർജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതില് ഒരേപോലുള്ള ചാർജസ് മീൻസ് ലൈക്ക് ചാർജസ്, positive positive negative negative, so this is commonly called like charges. ഒരുപോലുള്ള ചാർജസ് നമുക്കറിയാം. like charges always repel, like charges എപ്പോഴും repel ചെയ്യും. then unlike charges positive negative always attract. okay, so unlike charges always attract, unlike charges എപ്പോഴും attractive, then like charges എപ്പോഴും repel ചെയ്യും. okay, like charges always repel and unlike charges always attract. ഇങ്ങനെയുള്ള ഈ റബ്ബിംഗ് വഴി കിട്ടുന്ന ബോഡിക്ക് ഒന്നും അല്ലെങ്കിൽ ചാർജസിനൊന്നും മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺലി നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്, സ്റ്റേഷനറി മീൻസ് സ്റ്റാറ്റിക് ചാർജസ്. കോമൺലി നമ്മൾ അതിനെ സ്റ്റാറ്റിക് ചാർജസ് എന്ന് വിളിക്കാറുണ്ട്. ഈ സ്റ്റാറ്റിക് ചാർജസിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. Electroscope. Okay, one mark ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. Electroscope is a device used to detect the presence of static charge. Static charge ഒരു ബോഡി ചാർജിനാണോ അല്ലയോ എന്ന് അതിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇലക്ട്രോസ്കോപ്പ്. So electroscope is a device used to detect the presence of static charges. ഇനി ഒരു ചാർജിനായിട്ടുള്ള ഒരു ബോഡിയുടെ പ്രസൻസ് നമുക്ക് മറ്റൊരു ബോഡിയെ ചാർജിലാക്കി മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ആ ഫിനോമിനൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. Electrostatic induction. So charging of a body by another charged body. Suppose ഇവിടെ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞ പെർട്ടിക്കുലർ മെറ്റീരിയൽ എടുത്തു വന്നു. ഇതൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയാണ്. ഇതൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയാണ് വിചാരിക്കുക. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയിലേക്ക് നമ്മൾ മറ്റൊരു ബോഡി എടുത്തു വെച്ചാൽ ഇവിടെ ഇതിന്റെ അടുത്തുള്ള എന്ത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ അതിന് കിട്ടുന്നത് നെഗറ്റീവ് ചാർജ്. അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഇനി അതിന്റെ ഫാർ എൻഡിൽ കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. സെയിം ചാർജ് വിൽ ബി ഫോമിംഗ് അറ്റ് ഇറ്റ്സ് far end and the opposite charge will be formed at the near end. അതിന്റെ near endil അതിന്റെ അടുത്തായിട്ടുള്ള എൻഡിൽ opposite charge ആയിരിക്കും കിട്ടുന്നത്. then അതിന്റെ അങ്ങേ എൻഡിൽ other എൻഡിൽ നമുക്ക് കിട്ടുന്നത് same charge. ഈ phenomenon നമ്മൾ വിളിക്കുന്ന പേരാണ് electrostatic induction. That is the phenomenon of charging of a body by using the other body. Okay, the phenomenon of charging of a body by using other body. ഇനി ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഏത് ബോഡിയെ വെച്ചിട്ടാണോ നമ്മൾ അതിനെ ചാർജ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ the opposite charges will be formed at the near end and the same charges will be formed at the far end because the same charges repel. Okay, then this phenomenon is called electrostatic induction. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചാർജസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇൻട്രോഡക്ടറി പാർട്ട് പറയാനുള്ളത്.
ഓക്കെ. അപ്പോൾ സ്റ്റാറ്റിക് ചാർജസ് എന്നാണ് പറഞ്ഞത് റബ്ബിംഗ് വഴി കിട്ടുന്നു. അപ്പോൾ ആ റബ്ബിംഗ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രാൻസ്ഫറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ റബ്ബിംഗ് നടക്കുമ്പോഴത്തേക്ക് ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫറിംഗ് തന്നെ രണ്ട് ടൈപ്പ് വരും. ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, ബൈ ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. രണ്ടിനും കിട്ടുന്ന ചാർജ് സെയിം ആണെങ്കിലും മാസ് സെയിം ആയിരിക്കുമോ? ഇല്ല. ഒരു ബോഡിക്ക് ഇലക്ട്രോണിനെ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് കിട്ടുന്ന ഒരു ബോഡിക്ക് ഇലക്ട്രോൺ മാസ് ലോസ് ചെയ്യും, നെഗറ്റീവ് ചാർജ് കിട്ടുന്ന ബോഡി മാസ് ഗെയിൻ ചെയ്യും. ലൈക്ക് ചാർജസ് ഓൾവേസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഇങ്ങനെ നമ്മൾ സ്റ്റാറ്റിക് ചാർജസിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത് ഇലക്ട്രോസ്കോപ്പ്. ഇനി ഒരു സ്റ്റാറ്റിക് ചാർജ് പ്രസന്റ് ആയിട്ടുള്ള ഒരു ബോഡി വെച്ചുകൊണ്ട് നമുക്ക് വേറൊരെണ്ണത്തിനെ ചാർജ് ചെയ്യാം. ആ ഫിനോമിന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. Then during electrostatic induction, the opposite charges is forming in the near end and the same charges will be in the opposite end. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചാർജസ് മെഷർ ചെയ്യും. ചാർജസിന്റെ യൂണിറ്റ് നമ്മൾ കൂളോംബിലാണ്. SI യൂണിറ്റ് ഓഫ് ചാർജ്. SI യൂണിറ്റ് ഓഫ് ചാർജ്. ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കൂളോം. SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് കൂളോംബ് ആണ് ചാർജിന്റെ SI യൂണിറ്റ്. ഇനി ഇത് കൂടാതെ തന്നെ ഈ 1 കൂളോംബ് ഓഫ് ചാർജ് എന്നൊക്കെ പറയുന്നത് വളരെ ബിഗ് എമൗണ്ട് ഓഫ് ചാർജ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കൂളോംബ് പ്രാക്ടിക്കലി യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ കുഞ്ഞു യൂണിറ്റുകളെ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു കൂളോംബ് ചാർജ് കിട്ടണമെങ്കിൽ ഭയങ്കര ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറിങ് ഉണ്ടാവും. അതൊക്കെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കുഞ്ഞു യൂണിറ്റുകൾ മാത്രമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതിന്റെ കുഞ്ഞു യൂണിറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ മില്ലി കൂളോം MC. So 1 milli coulomb is 10 raised to minus 3 coulomb. ഒരു മില്ലി കൂളോം എന്ന് പറഞ്ഞാൽ 10 raised to minus 3 coulomb. then അതുപോലെ തന്നെ മൈക്രോ കൂളോം represents mu വെച്ചിട്ടാണ്. So mu c is 10 raised to minus 6 coulomb. So these are the practical units of charge. Okay, chargeന്റെ practical units ആണ് milli coulomb, micro coulomb. Milli coulomb means 10 raised to minus 3 coulomb and micro coulomb means 10 raised to minus. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ ഇൻട്രോഡക്ടറി പാർട്ടായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ചാർജസിന്റെ പ്രോപ്പർട്ടീസ് പ്രധാനമായിട്ട് നമുക്ക് 3 പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ. ചാർജസിന്റെ 3 പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എക്സാമിന് അധികം ചോദിക്കാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് മീൻസ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അപ്പൊ അഡിറ്റിവിറ്റി വരുമ്പോൾ സപ്പോസ് ഒരു പെർട്ടിക്കുലർ ബോഡി, അപ്പൊ ഈ ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഒത്തിരി ചാർജ് പാർട്ടിക്കിൾ. ആ ചാർജ് പാർട്ടിക്കിൾ ആണ് Q1, Q2, Q3, Q4, അങ്ങനെ n നമ്പർ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് will be Q is equal to അതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം ആയിരിക്കും. Q1 plus Q2 plus Q3 plus etc plus Qn ആയിരിക്കും. So this property is called additivity of charges. ഈ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് additivity of charges. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു ബോഡിക്കകത്ത് ഒരു 3 ചാർജ് ഉണ്ട്. എക്സാമ്പിളായിട്ട് +6 കൂളോം ഒന്നും വരില്ല, വലിയ യൂണിറ്റ് ആണ്, കുഴപ്പമില്ല. -7 കൂളോം, -2 കൂളോം. പ്ലസ് ചാർജ് നെഗറ്റീവ് ചാർജ് വരാമോ അല്ലേ? ഇതിന്റെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? +6 + -7 + -2 ആയിരിക്കില്ലേ? എല്ലാം കൂടെ ആഡ് ചെയ്യും. +7 + -7 സംഭവമുണ്ട്. -7 -2 is -9 + 6 is -3 കൂളോം ആയിരിക്കും ഇതിൽ കിട്ടുന്ന ടോട്ടൽ ചാർജ്. ഐഡിയ കിട്ടിയല്ലോ. So this property is called an additivity of charge. അപ്പോൾ എന്താ additivity എന്ന് പറഞ്ഞാൽ the total charge of a body is the sum of the charges of the particles. Okay, അപ്പോൾ എന്താ additivity എന്ന് പറഞ്ഞാൽ total charge of a body is the sum of the charges of the particle, അല്ലെങ്കിൽ sum of the charges inside it. Okay, the total charge of a body is the sum of the
charges inside it. Okay, ഈ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്ന പേരാണ് additivity of charges. ആഡ് ചെയ്യാനാണ് ചാർജസ് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യാം, നെഗറ്റീവ് ചാർജ് മൈനസ് ചെയ്യാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ വരുന്നത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ രണ്ടാമത്തേലാണുള്ളത്. സോ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. Quantization of charges. It's very, very, very important. Quantization of charges. Quantization. Okay. Quantization എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഇൻട്രോഡക്ടറി പാർട്ടിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ചാർജ് കിട്ടുന്നത് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞു. എത്ര ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്താൽ എത്ര ചാർജ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്താൽ എത്ര ചാർജ് കിട്ടും അങ്ങനെ ഒന്നും നമ്മൾ പറഞ്ഞില്ല. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എ ബോഡി ഗെറ്റ് ചാർജ്. ഓക്കെ, എ ബോഡി ചാർജ്, ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി എത്ര ചാർജ് കിട്ടും അതാണ് ഏതിൽ പറയുന്നത്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് പറയുന്നത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ പറയുന്നത് ഒരു ബോഡിക്ക് കിട്ടുന്ന ചാർജ് ഐഡന്റിറ്റി വെച്ച് ഓക്കെ അത് എത്ര ഇലക്ട്രോണുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സപ്പോസ് n ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, രണ്ട് ബോഡികളുടെ n ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ. എത്ര ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്ത് നോക്കുക, അതിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ബോഡി കിട്ടുന്ന ടോട്ടൽ ചാർജ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കാം, q is equal to Ne, where n represents n is the number of electrons transferring between the body and E is the charge of one electron. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ചാർജ് ആണ്. 1.6 into 10 raised to minus 19 coulomb. നെഗറ്റീവ് ചാർജ് ഉണ്ട് അതിന്. ഓക്കേ, അപ്പോൾ 1.6 into 10 raised to minus 19 coulomb ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. അതൊരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ചാർജ് അല്ലേ. ആ ഫിക്സഡ് എമൗണ്ട് ഓഫ് ചാർജിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം ഓഫ് ചാർജ്. ഓക്കേ, ക്വാണ്ടം മീൻസ് എ സ്മോൾ പാക്കറ്റ്, ഇറ്റ്സ് എ ഫിക്സഡ് എമൗണ്ട്. 1.6 into 10 raised to minus 19 എന്ന് പറഞ്ഞാൽ ഫിക്സഡ്, ഇതിന്റെ വാല്യൂ ഒരിക്കലും മാറില്ല. അതുകൊണ്ടാണ് അതിനെ ക്വാണ്ടം ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു, quantum of charge. So total charge of a body is n. n represents ഏത് വേണമെങ്കിലും 0 1 2 3 etc. number of electron ഏത് വേണമെങ്കിലും. So that is an integer. Okay, എന്താണ്, ഒരു ഇന്റിജർ ആണ്. n എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആണ്. e എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം ഓഫ് ചാർജ്. ബിക്കോസ് അതിനെന്തിനാ ക്വാണ്ടം എന്ന് വിളിക്കുന്നത്, that is a fixed amount. Fixed ആയിട്ടുള്ള സാധനത്തെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം. So 1.6 into 10 raised to minus 19 is a quantum of charge. Is a fixed amount of charge. Okay, അതിനെ വിളിക്കുന്ന പേരാണ് is fixed amount of charge is 1.6 into 10 raised to minus 19. n is an integer. അപ്പോൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, what do you mean by quantization of charges? എന്താണ് quantization of charge? എന്താ quantization of charge എന്ന് പറഞ്ഞാൽ, total charge of a body is the integer multiple or integral multiple. 0 1 2 3 ആണ്. Integral multiple of E. E means quantum of charge അല്ലെങ്കിൽ charge of one electron. Okay, അപ്പോൾ define ചെയ്യാൻ ചോദിക്കും. Define quantization. What do you mean by quantization of charge? What do you mean by quantization of charge? The total charge of a body is the integral multiple or integer multiple of quantum of charge. Integer multiple. ഇപ്പോ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. പലപ്പോഴും ചോദിക്കുന്ന ഡെഫിനിഷൻ, what do you mean by quantization of charge? It is an integral multiple or integer multiple എന്ന് വേണമെങ്കിൽ പറയാം. Integral multiple of quantum of charge. Quantum of charge പറഞ്ഞാൽ മനസ്സിലായോ, ചാർജ് ഓഫ് വൺ ഇലക്ട്രോൺ. സപ്പോസ് രണ്ട് ബോഡിക്കിടയിൽ 100 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്താൽ, ഓക്കേ, എക്സാമ്പിൾ ആയിട്ട് 100 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 100 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്താൽ അതിന് കിട്ടുന്ന ചാർജ് എന്തായിരിക്കും, Q is equal to Ne അല്ലേ, Q is equal to Ne. So n എത്രയാ, 100. E always 1.6 into 10 raised to minus 19 അല്ലേ. Then 100 means 10 raised to 2 into 1.6 into 10 raised to minus 19. Minus 19 plus 2 is minus 17 coulomb. 1.6 into 10 raised to minus 19 coulomb ആയിരിക്കും അതിന് കിട്ടുന്ന ചാർജ്. എന്നത് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഇന്റിജർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി പലപ്പോഴും ചോദിക്കാം, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ചാർജ് തന്നിട്ട് അത് പോസിബിൾ ആണോ. ഓക്കെ, അപ്പോൾ അത് പോസിബിൾ ആണോ എന്ന് അറിയാൻ എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്നൊരു ഇന്റിജർ കിട്ടുവാണെങ്കിൽ ആ ചാർജ് പോസിബിൾ. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഏതാ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് that is quantization of charge. എന്നോട് പറയുന്നു the total charge of a body is the integral multiple of quantum of charge. ഇക്വേഷൻ q is equal to ഒരു ബോഡി കിട്ടുന്ന ഇക്വേഷൻ ചാർജിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? q is equal to n എന്ന് പറഞ്ഞാൽ ക്വാണ്ടം സോറി ഇൻഡിജർ is 0 1 2 3 അങ്ങനെ പോകുന്നു. is a quantum of charge that is 1.6 into 10⁻⁻⁹ കൂളും. അപ്പോൾ ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇനി ഒരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ള തേർഡ് പ്രോപ്പർട്ടിയാണ്, മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കൺസർവേഷൻ ഓഫ് ചാർജസ്. തേർഡ് പ്രോപ്പർട്ടി ഈസ് കൺസർവേഷൻ ഓഫ് ചാർജസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ചാർജിങ് നടക്കുമ്പോൾ ചാർജസ് കൺസർവ്ഡ് ആണ്, മാസ് കൺസർവ്ഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. കൺസർവേഷൻ ഓഫ് ചാർജസ് നേരത്തെ ഞാൻ പറഞ്ഞ അതേ ടോപ്പിക് അതേ കാര്യം തന്നെയാണ്. ഒരു രണ്ട് ബോഡി തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബോഡിക്ക് ഇലക്ട്രോണുകൾ ലോസ് ചെയ്യുന്നു, ഈ ബോഡി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു. ഇവൻ എത്ര ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു അത്രയും ഇലക്ട്രോൺ തന്നെ ആയിരിക്കും മറ്റൊരു ഗെയിൻ ചെയ്യുന്നത്. ഇവൻ എത്ര ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു അത്രയും ഇലക്ട്രോണിനെ മറ്റൊരു ഗെയിൻ ചെയ്യും. ദാറ്റ് മീൻസ് ഇവൻ എത്ര ലോസ് ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജ് കിട്ടും, അതേ ഇലക്ട്രോൺ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെന്ന് മീൻസ് ഇവന് +5 കൂളോം കിട്ടിയാൽ മറ്റൊരു -5 കൂളോം ആയിരിക്കും. ഇവൻ എത്ര പോസിറ്റീവ് ചാർജ് കിട്ടുന്നു സെയിം അമൗണ്ട് നെഗറ്റീവ് ചാർജ്. ദാറ്റ് ഈസ് ചാർജസ് കൺസർവ്. പക്ഷേ പ്രശ്നം എന്താണ്? ഇവൻ ഇലക്ട്രോണിന് ഇവന് മാസ് ലോസ് ചെയ്യുന്നു, ഇവൻ മാസ് ഗെയിൻ ചെയ്യുന്നു. മാസ് കൺസർവ്ഡ് അല്ല, പക്ഷേ ഇവർക്ക് രണ്ടുപേരും കിട്ടുന്ന ചാർജ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാർജസ് ആർ കൺസർവ്ഡ്, മാസ് ഈസ് നോട്ട് കൺസർവ്ഡ്. സോ ദിസ് ഈസ് എ തേർഡ് പ്രോപ്പർട്ടി ദാറ്റ് വി മേക്ക് കൺസർവേഷൻ ഓഫ് ചാർജസ്. ദാറ്റ് ഈസ് ചാർജസ് neither be created nor be destroyed. Okay, എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം or during charging the loss of electron, the number of electron lost by a body is always equal to the number of electron gained by another body. Okay, so these are the properties of charges. So additivity, quantization of charges and the conservation of charges. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് quantization of charge ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്